ഇത് ഇടുക്കി ജില്ലയിലെ മൂന്നാറിനടുത്തുള്ള കമ്പിലൈൻ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ നിന്നും കുറച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് കല്ലാർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കൊക്കെ എത്താം. കല്ലാർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമുക്ക് എത്തിയേ. ഇവിടുന്ന് കുറച്ച് മുന്നേ നമുക്ക് മാങ്കുളത്തേക്കൊക്കെ വഴി തിരിയുന്നുണ്ടേ. ഇതാണ് കല്ലാർ പുതിയ പാലം. അവിടുന്ന് മാങ്കുളം ഭാഗത്തു നിന്ന് നമ്മൾ ആ പോകുന്ന വഴിക്ക് നിന്നുള്ളൊരു പുഴയാണ് ഇങ്ങോട്ട് ഒഴുകി വരുന്നത്, ഈ കല്ലാർ പാലത്തിനടുത്തേക്ക്. ഇപ്പം നിലവിൽ വെള്ളമൊക്കെ വളരെ കുറവാണ്. ഇവിടെയും കുറേ ഓഫ് റോഡ് ജീപ്പുകളൊക്കെ കിടക്കുന്ന കാണാം. കടകളൊക്കെ, ചായക്കട, കാപ്പിക്കട. അതിൻ്റെ അപ്പുറത്ത് ഒരു പഴയ ബ്രിട്ടീഷുകാർ വരുന്ന പാലമൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ക്ലോസ് ചെയ്തിരിക്കുക KSEB. ഇതാണ് കല്ലാർ മാങ്കുളം ജംഗ്ഷൻ കേട്ടോ. നേരെ കിടക്കുന്ന വഴി 15 കിലോമീറ്റർ മൂന്നാറും, ഇടത്തോട്ട് കിടക്കുന്ന വഴി 16 കിലോമീറ്റർ മാങ്കുളവും. അപ്പം നമ്മൾ മാങ്കുളം റൂട്ടിലേക്ക് പോവുകയാണേ. നമ്മളങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇവിടെ ഒരു കല്ലാർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമൊക്കെ കാണാം. ഇനി അങ്ങോട്ട് കംപ്ലീറ്റ് ഏലക്കാടുകളാണ്. നിബിഡമായ ഏലക്കാടുകളുണ്ട്, ഇതുപോലുള്ളതുണ്ട്. നല്ല റോഡാണ് കേട്ടോ അങ്ങ് വരെ, മാങ്കുളം വരെയും. ഇടയ്ക്കിടയ്ക്ക് വെളിമ്പ്രദേശങ്ങൾ പോലുള്ള സ്ഥലവും പിന്നെ വനവും പിന്നെ തേലക്കാട്, അങ്ങനെ മിക്സഡ് ആയിട്ടുള്ളൊരു കാഴ്ചകളാണ് ഈ വഴിക്ക് കിട്ടുന്നത്. മാങ്കുളമൊക്കെ പോകുന്ന വഴിക്ക് ഇതാ ഫോറസ്റ്റ് ഹാവൻ എന്ന് പറഞ്ഞിട്ട് റിസോർട്ടൊക്കെ ഉണ്ട് കേട്ടോ. ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോകുന്ന വഴി റിസോർട്ടുകളൊക്കെ കാണിക്കണമെന്ന്. ആ വഴി ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറി പോയിട്ടാണ് ആ റിസോർട്ടിലോട്ട് പോകുന്നത്. നല്ലൊരു ആംബിയൻസിലാണ് ആ റിസോർട്ട് ഇരിക്കുന്നത്. ഈ റിസോർട്ട് ഞാനങ്ങനെ പ്രൊമോഷൻ ചെയ്യുമല്ല. കുറച്ച് സ്ഥലമൊക്കെ നിരന്ന വഴികളും കിട്ടുന്നുണ്ടേ. ഇതിലൊക്കെ മൂന്നാറിനൊക്കെ പോകാൻ അപ്പുറത്ത് ചെന്നാൽ വഴിയുണ്ട്. പഴയ രാജപാതയിൽ കൂടെയൊക്കെ പോകാൻ പറ്റും. ഇവിടെ ഒരു കവല വരുന്നുണ്ട്. നമ്മൾ പോകുന്നതിൻ്റെ ഇടത് സൈഡിൽ കൂടെയാണ് ഈ കല്ലാർ പുഴ താഴോട്ട് ഒഴുകുന്നത്. അത് പോകുന്ന വഴിക്ക് നമുക്ക് വഴിക്കുന്ന കാണാൻ പറ്റും. ഇത് കണ്ടോ, പുഴ ഒഴുകുന്നുണ്ടോ താഴോട്ട്, ഈ ഏലത്തിൻ്റെ ഒക്കെ ഇടയ്ക്ക് കൂടെ. ഇതാണ് താഴെ നമുക്ക് കല്ലാറ്റി കിട്ടുന്നത്. താഴെ പുഴയിലൊക്കെ ആളുണ്ടെന്ന് തോന്നുന്നു. ആ പുഴയുടെ ഒരു കാഴ്ച ഇവിടെ നന്നായിട്ട് കിട്ടും കേട്ടോ. അവിടെ അക്കരയ്ക്ക് ഒരു ചെറിയ പാലമൊക്കെ കാണുന്നുണ്ട്. ആ പാലത്തിൻ്റെ കീഴേ കൂടെ ഈ കല്ലാർ പുഴ ഒഴുകി പോകുന്നുണ്ടോ. മഴയില്ലാത്തതുകൊണ്ട് വെള്ളം തീർത്ത് കുറവാണ്. പക്ഷെ ഇങ്ങനെ കാണാനൊരു ഭംഗിയല്ലേ, ഈ കാടിൻ്റെ നടുവിൽ കൂടെ ചെറുതായിട്ട് ഒഴുകുന്ന പുഴ. നല്ല മഴയും വെള്ളപ്പൊക്കം വന്നാൽ ആ പുഴ ഇങ്ങനെ കയറി ഈ റോട്ടിലൊക്കെ വരുവേ. 2018-ലും 19-ലൊക്കെ വന്നിട്ടുണ്ടാവും. അങ്ങനെ വരുന്ന വഴിക്കുണ്ടോ ഇവിടെ ഒരു ചെറിയ അമ്പലം കണ്ടോ. ഇതൊത്തിരി ഭംഗിയുണ്ടോ കേട്ടോ കാണാൻ. ഇതാണ് കുരിശുപാറ എന്ന് പറയുന്ന സ്ഥലമാണേ. ഇവിടുന്ന് ഒരു പാലമൊക്കെ കടന്ന് അക്കരയ്ക്കൊക്കെ ഒരു വീട്ടിലോട്ട് വഴിയൊക്കെ കാണാം. ഒരു വീടല്ല, അതൊരു റിസോർട്ടാണ് കേട്ടോ. ഡേ ടു ഡേ എന്ന് പറഞ്ഞൊരു റിസോർട്ടാണ്. അതിൻ്റെ അവിടെ നിന്ന് ഇനി ഈ കുരിശുപാറ സിറ്റിയൊക്കെ അപ്പുറത്താണ്. നമുക്ക് അങ്ങോട്ട് പോവാം. കുരിശുപാറ സിറ്റിയിലെ ഒരു ചെറിയ പള്ളിയൊക്കെ ഉണ്ട്, കുറച്ച് കടകളൊക്കെ ഉണ്ട്. തക്കുടു ടീ ഷോപ്പ് എന്ന് പറഞ്ഞൊരു ടീ ഷോപ്പ്. ഒത്തിരി ഭംഗിയുള്ളൊരു സ്ഥലം. ഈ ഒരു സിറ്റിയൊക്കെ ഞാൻ നേരത്തെ വന്നാലും കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്തു കേട്ടോ. ഇവിടുന്ന് നമുക്ക് അടിമാലിക്കൊക്കെ ഷോർട്ട് കട്ട് വഴിയൊക്കെ ഉണ്ട്. കുരിശുപാറയെന്നേ ഇതാണ് കേട്ടോ അടിമാലിക്ക് പോകുന്ന വഴി. ഈ പാലം കടന്ന് അതിലൊരു ബൈക്ക് വരുന്നുണ്ട്. അങ്ങനെ റോഡ് അങ്ങോട്ട് പോകുന്നുണ്ട്. ഈ കുരിശുപാറയിലെ ഈ തേയിലത്തോട്ടത്തിന് നടുക്ക് ഇവിടെ ഒരു പള്ളി ഇരിക്കുന്നുണ്ടോ. ഇതിങ്ങനെ കാണാൻ ഒത്തിരി ഭംഗിയുണ്ട് കേട്ടോ. ഒരു ഉണ്ണീശോ പള്ളിയാണേ. അങ്ങനെ നമ്മൾ വന്നു കഴിയുമ്പോഴത്തേക്കും ഈ റോഡ് തന്നെ മുന്നോട്ട് നോക്കിക്കഴിയുമ്പോൾ താഴെ കുരിശടിയുണ്ട്. അതിൻ്റെ അപ്പുറത്തും ഉണ്ടോ, അതിന് തൊട്ട് താഴെ ഒരു അമ്പലവും കൂടെ ഉണ്ട്. അപ്പോൾ പള്ളി അമ്പലവും ഇവിടെ അവർ ഭയങ്കര സഹകരണത്തിലാണ് പോകുന്നത്, താഴെയും മുകളിലുമായിട്ട്. അതൊരു നല്ല കാര്യമല്ലേ. പള്ളി വരുന്നവർക്ക് അമ്പലത്തിന് പോവാം, അമ്പലത്തിൽ വരുന്നവർക്ക് പള്ളിയിൽ പോവാം. അപ്പം നമുക്ക് കുറച്ചുകൂടെ ലെവലുള്ള വഴി കിട്ടി കേട്ടോ. ലെവലുള്ള വഴിയിൽ ഈ വഴിക്കൊക്കെ നല്ല കാഴ്ചകളാണ്. ഒരു സൈഡിൽ പുഴ, ഒരു സൈഡിൽ തോട്ടം, അങ്ങനെയാണ്. അതിൻ്റെ ഇടയ്ക്കൊരു പാലം. എന്ത് നല്ല ഭംഗിയുള്ള സ്ഥലമല്ലേ. പാലം അക്കരയ്ക്ക് ഒരു റിസോർട്ടിലോട്ട് കയറി പോകുന്ന ഫ്ലവർ വാലി. ഇവിടെ നല്ല കൃഷിയിടങ്ങളാണ്. ഒരു സൈഡിൽ ഒരു ചതുപ്പ് പോലത്തെ സ്ഥലമാണ്. കുറേ ഭാഗം റോഡിൻ്റെ അപ്പുറം ഒന്നും ചെയ്യുന്നില്ല.
പക്ഷെ അക്കരയ്ക്കെല്ലാം നല്ല ഏലത്തോട്ടങ്ങളൊക്കെയാണ്. അങ്ങനെ കുറച്ച് ദൂരം വന്നപ്പോൾ പീച്ചാട് എന്ന് പറഞ്ഞൊരു കവലയെത്തി കേട്ടോ. ഈ സ്ഥലത്തിൻ്റെ പേര് അങ്ങനെയാണ്, പീച്ചാട്. ഇവിടെ നിന്നും ഒരു ഇടത്തോട്ടൊക്കെ ഒരു വഴിയൊക്കെ പോകുന്നുണ്ട്. ആ വഴി അങ്ങോട്ട് പോകുന്ന നമുക്കറിയില്ല. അപ്പം അങ്ങോട്ടുള്ള വഴി കണ്ടതേ തോട്ടത്തിനുള്ളിലേക്ക് പോകുന്ന വഴിയായിരുന്നേ. കുറച്ച് ചെന്ന് കഴിഞ്ഞാൽ ഒരു നല്ല വനപ്രദേശം പോലത്തെ സ്ഥലമൊക്കെ കിട്ടും. ഇവിടെ നിന്ന് വഴി തിരിയുന്നുണ്ട് കേട്ടോ. മാങ്കുളം നേരെ അടിമാലി ഇങ്ങോട്ട്, മച്ചിപ്ലാവ് ഇങ്ങോട്ട് ഇടത്തോട്ട് കേട്ടോ. ആ വഴിക്ക് നിന്ന് വാഹനമൊക്കെ കയറി പോകുന്നുണ്ടോ. അടിമാലിയിൽ നിന്ന് കയറി വരെ എളുപ്പമുള്ള വഴിയായത്. അപ്പോൾ ഈ വഴിക്ക് പോയാൽ ഒരു 10 കിലോമീറ്റർ താഴെ ഉള്ളൂ കേട്ടോ. പണ്ടൊരിക്കൽ ഞാൻ ഇതിലൊന്ന് പോയിട്ടുണ്ട്, അടിമാലി വരെ. വനം പോലുള്ളൊരു സ്ഥലം കഴിഞ്ഞ് വീണ്ടും നമ്മളൊരു സമതലമായ പ്രദേശത്തേക്ക് എത്തിയേ. ഇവിടെ അവിടെയൊക്കെ വീടുകളൊക്കെ കാണാം. വീട്, എസ്റ്റേറ്റ്, അങ്ങനെ കുറേ നല്ല നല്ല കാഴ്ചകളൊക്കെ കാണാവുന്ന ഒരു സ്ഥലമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ റോഡ് ഒരു നെടുനീളത്തിൽ നമുക്ക് കാണുന്നതുകൊണ്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു പോകാൻ പറ്റുന്നുണ്ട്. തുരുതുര വളമൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ പാടാണ്. ഏലക്കാട്ടിലേക്കാണ് കയറുന്നത് കേട്ടോ. നല്ല കാറ്റും തണുപ്പൊക്കെ ഉണ്ട്. മാങ്കുളം പോകുന്ന ബസ്സാണേ. നമ്മളതിൻ്റെ പുറകെ പോവാം. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി കുറച്ച് കയറ്റമൊക്കെയാ. കയറ്റമാണ് നമുക്ക് നല്ലത്. എറണാകുളത്ത് നിന്നൊക്കെ വരുന്ന ബസ്സാണ് കേട്ടോ ഇതിലെ മാങ്കുളത്തിന്. ഇവിടെ ഒരിടത്ത് വന്നപ്പോൾ പുഴയിലെ വെള്ളം ഇങ്ങനെ കുത്തി ഒഴുകുന്നതാണ്. എന്തോ ആ മോളിൽ നിന്നാണ് വെള്ളം ഇറങ്ങി വരുന്നുണ്ടോ. ഇത് കാണാൻ കുറച്ച് പിള്ളേരും ഉണ്ട് ഇവിടെ. അതുപോലെ വെള്ളം ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കാണാൻ. പോകുന്ന വഴിക്കെല്ലാം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പുഴയുടെ കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് പോകുന്നത് കേട്ടോ. നല്ല ഏലത്തോട്ടം കണ്ടോ. ഏലം ഇങ്ങനെ നിൽക്കുവാണേ. അതിൻ്റെ ഇടയ്ക്ക് കൂടെ ആ പുഴ ഒഴുകി വരുന്നുണ്ടോ. ഏലക്കാട്ടിൽ കൂടെ കുറച്ചിരി മുന്നോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഈ ഏലക്കാട് കൂടെ കൊണ്ട് കുറച്ച് കഴിയുമ്പോൾ തീരുവേ. ഇവിടെ ഒരു ബോർഡ് വെച്ചേക്കുന്നുണ്ടോ, സ്വാഗതം മാങ്കുളം ഗ്രാമപഞ്ചായത്ത്. അപ്പോൾ ഇനി നമ്മൾ ഈ ലക്ഷ്മി എസ്റ്റേറ്റിൽ കൂടെയാണ് അങ്ങോട്ട് പോകുന്നത് കേട്ടോ. ലക്ഷ്മി അല്ല, ലക്ഷ്മിയാണേ. അങ്ങനെയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നിപ്പോൾ വന്നിട്ടുള്ളത് ഇടുക്കി ജില്ലയിലെ മാങ്കുളം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണേ. മാങ്കുളത്ത് നമ്മൾ ആദ്യമായിട്ട് വരുമൊന്നുമല്ല. കുറച്ച് കാഴ്ചകളൊക്കെ ഇവിടെ ഉണ്ട്, പുതുതായിട്ടാണെങ്കിലും പഴയതായിട്ടാണെങ്കിലും. അപ്പോൾ ആ കാഴ്ചകളൊക്കെ ഒന്നുകൂടെ കണ്ടേക്കാമെന്ന് വിചാരിച്ചിറങ്ങിയാണ്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം. എൻ്റെ പുറകിലായിട്ട് നിങ്ങൾക്ക് മാങ്കുളത്തേക്ക് നമ്മളെ സ്വാഗതം ചെയ്തൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ അത് തലതിരിഞ്ഞാണോ കാണുന്നത് എനിക്കറിയില്ല. എങ്ങനെയാണ് കാണുന്നത് പറയണേ. ഇവിടെയൊക്കെ കുറേ കോട്ടേജുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതുകൊണ്ട് തേലക്കാട്ടിൽ കൂടെ ചെറിയ ചെറിയ കോട്ടേജുകളൊക്കെ ഇരിക്കുന്നു നോക്കി. പിന്നെ ഇനി മുന്നോട്ട് നല്ല അടിപൊളി വഴിയാണ്, നല്ല കാഴ്ചകളാണ്, തേയിലക്കാഴ്ചകളും എല്ലാം ആയിട്ട്. ഇവിടെ നിന്നൊക്കെ വാഹനങ്ങൾ ഏലക്കാട്ടിൽ കൂടെ ഇറങ്ങി നല്ല വരുന്നതുണ്ടോ. അവിടെ നിന്ന് അങ്ങോട്ട് കാണുന്നതുണ്ടോ. എന്താ ഒരു ഭംഗി നോക്കിയേ. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ലൊരു തേയില എസ്റ്റേറ്റാണ് ഈ ലക്ഷ്മി എസ്റ്റേറ്റ്, മൂന്നാറിനടുത്തുള്ള. ഇതിൻ്റെ അത്രയും നല്ലൊരു തേയിലത്തോട്ടം നമുക്ക് വേറെ എവിടെയും പോയാൽ കാണാൻ പറ്റില്ലെന്ന് എൻ്റെ ഒരു ധാരണ. നമ്മളവിടുന്ന് കയറി വന്ന വഴിയുണ്ടോ, അത് കഴിഞ്ഞ് ഇങ്ങോട്ടൊന്ന് നോക്കി. ഇവിടെ നേരത്തെ ഇങ്ങനെ ഒരു ഗേറ്റൊന്നും ഇല്ലായിരുന്നേ. ഇതിലെ ഈ പിള്ളേർ സെറ്റൊക്കെ ഇങ്ങനെ പോയി ഇവിടെ ഇപ്പം ഗേറ്റ് വെച്ചിട്ടുണ്ടോ. പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, അകത്തേക്ക് കടക്കരുതെന്ന് ബോർഡ് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവരിങ്ങനെ ഈ ബൈക്കൊക്കെ ഓഫ് റോഡായിട്ട് അതിലേക്ക് കൊണ്ടുപോകുമായിരുന്നേ. പക്ഷേ ഇപ്പോൾ ആ പരിപാടി നടക്കുന്നില്ല, അവർ ഗേറ്റ് വെച്ചുകൊണ്ട്. എന്നിട്ട് കുറേ ആൾക്കാരൊക്കെ അവിടെ പോയി ഉരുണ്ട് കെട്ടി വീണ് അപകടമൊക്കെ ഉണ്ടായിട്ടുണ്ടേ. ഇങ്ങനത്തെ കല്ലല്ലേ, ആ കല്ലിനകത്ത് എങ്ങനെ വണ്ടി ഒഴിച്ചു പോകാനാ. അവിടെ അതൊരു കല്ലിൻ്റെ മുകളിലൊരു കല്ലിരിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ എങ്ങോട്ട് നോക്കിയാലും അതിഗംഭീരമായ കാഴ്ചയാണ് കേട്ടോ. ഈ സൈഡിലേക്കുണ്ടോ. അതുപോലെ തന്നെ ആ മുകളിൽ കൂടെ എല്ലാം ഒരുപാട് കോട്ടേജുകളൊക്കെ പുതുതായിട്ട് പണിതിട്ടുണ്ട്. അതൊക്കെ ഓപ്പണിംഗ് ആണെന്ന് തോന്നുന്നു. എന്തായാലും മൂന്നാർ വന്നാലേ നമുക്ക് നല്ല തേയിലക്കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കുകയുള്ളൂ. ആ മലയുടെ അപ്പുറം മൂന്നാറാണേ. മൂന്നാർ പോകുന്ന വഴി ഇനി താഴെയൊക്കെ കുറേ വനപ്രദേശമായിട്ടൊക്കെ കാണുന്നുണ്ട്. ഇവിടുന്ന് ഇനി അങ്ങോട്ട് നല്ലൊരു ഇറക്കമാണെന്നാണ് കാണിക്കുന്നത്. ഇവിടെ ഒരു ചെറിയ കവലയൊക്കെ ഉണ്ട്.
അതൊക്കെ റിസോർട്ടുകളൊക്കെയാണേ. ഇതിലേക്ക് വരുമ്പോൾ ഒത്തിരി ശ്രദ്ധിക്കണേ. ഇതിലേക്ക് എന്ന് പറഞ്ഞാൽ വല്ലാത്ത ഈ വീതി കുറഞ്ഞതും പെട്ടെന്ന് വരുന്ന വളവുകളുമാണ്. കഴിഞ്ഞ കൊല്ലം ഇതിന് താഴെ ഒരു ട്രാവലർ പോയി മറിഞ്ഞ് കുറേ അപകടമൊക്കെ ഉണ്ടായി, ആരുടെ മരിക്കുകയൊക്കെ ചെയ്തെന്നൊക്കെ പറയുന്നത് കേട്ടു. ഇതിൻ്റെ താഴ്വശത്തൊക്കെ അത്രയും കുത്തനെയുള്ള ഇറക്കവും വളവും ഒക്കെ ഇവിടെ ഒരു വളവും ആ ഒരു ഇതുണ്ടോ, അവിടെയാണ് അന്ന് വാഹനം പോയതെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ ഒരു പുതിയ ഡിവൈഡറൊക്കെ വെച്ചേക്കുന്നുണ്ടോ. ഇവിടെ ഇതുണ്ടോ, ഈ ഭാഗത്തൊക്കെ മുകളിലായിട്ട് ഫുള്ള് കോട്ടേജുകൾ അടിച്ചിട്ടേക്കുന്നുണ്ടോ. ചെറിയ തേയിലക്കാടുകളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടേ. ഇത് വിരിപാറ എന്ന് പറയുന്ന ഭാഗമാണേ. കുറച്ചുകൂടെ താഴെ ചെന്നാൽ വിരിപാറ സിറ്റിയൊക്കെ കിട്ടും. ഇതാണ് വിരിപാറ സിറ്റി കേട്ടോ. കുറച്ച് കടകളൊക്കെ ഉണ്ട്, ഒരുപാട് കടയൊന്നുമില്ല. ഇവിടെ കുറച്ച് ഭംഗിയുള്ള സ്ഥലമാണേ. ഒരു വലിയൊരു പാറയൊക്കെ ഇരിക്കുന്നുണ്ടോ പുഴയുടെ നടുക്ക്. ചെറിയൊരു പുഴയൊന്നുമല്ല, മഴക്കാലത്ത് അത് ഭയങ്കര പുഴയായിരിക്കും. എന്നാലും ഇവിടെ കാണാൻ എന്തൊരു ഭംഗിയാന്ന് നോക്കി. അതുപോലെ ഇവിടെ കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ കെട്ടി നിൽക്കുന്നുണ്ടേ. ഈ മേഖലയൊക്കെ ആനയുടെ ഒരു ഇതുള്ള സ്ഥലമാണ്. ഇടയ്ക്കിടയ്ക്ക് ആന വൈകിട്ടൊക്കെ ഇതിലേ ഇറങ്ങി വരുന്നതാണ്. മൂന്നാറിൽ നിന്നൊക്കെ ആനയൊക്കെ ഇതിലേക്ക് ഇങ്ങനെ ക്രോസ് ചെയ്ത് കയറി വരുവേ. ഇല്ല, കുറച്ച് മുന്നോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മൂന്നാറിന് തിരിയുന്ന ഒരു വഴി കിട്ടുവേ. ഇത് കണ്ടോ, വിരിപാറയുടെ ഭാഗങ്ങളാണ്. അതിൻ്റെ മുകളിൽ നിന്നൊക്കെ മഴക്കാലത്ത് നല്ല വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ ഒരു കുരിശുപള്ളിയും അന്തോണിസ്പുണ്യാളൻ്റെ ഒരു പള്ളിയും കാണാം മുകളിലെ. ഇതാ യൂക്കാലിത്തോട്ടത്തിൻ്റെ ഇടയ്ക്കായിട്ടിരിക്കുന്നുണ്ടോ. ഇങ്ങനെയൊക്കെ സ്ഥലത്തൊക്കെ ഈ പള്ളിയൊക്കെ വരുമ്പോഴേ കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഇങ്ങനെ നോക്കിയപ്പോഴാണ് ആ പള്ളി കാണാനായിട്ട് കൂടുതലായിട്ട് കാണുന്നത്. ആ മലയുടെ വിവാരത്തിലെ പള്ളി ഇരിക്കുന്നുണ്ടോ. ഇവിടെ ഒരു ബോർഡ് ഇരിക്കുന്നുണ്ടോ, മൂന്നാറിലേക്ക് ഇവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് പോയാൽ മതി. ആനക്കുളം മാങ്കുളം ഒക്കെ നേരെ താഴോട്ട്. ഈ ജംഗ്ഷനിൽ കുറേ ഓഫ് റോഡ് ജീപ്പുകളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. ഇതിലെ വന്നാൽ നമ്മളെ ഇവരിതിലേക്ക് കൊണ്ടുവന്ന് കാണിക്കുവേ. മാങ്കുളം പഞ്ചായത്ത് വെയിറ്റിംഗ് ഷെഡ്. താഴോട്ട് മാങ്കുളം പോകുന്ന വഴി, ഇത് മൂന്നാർ പോകുന്ന വഴി. ഏതാണ്ട് ഒരു 40 കിലോമീറ്റർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. പഴയ രാജപാതയൊക്കെയാണ് കേട്ടോ. രാജാക്കന്മാർ പണ്ട് മൂന്നാറിനൊക്കെ വന്നുകൊണ്ടിരുന്ന ഈ വഴിക്കാണെന്നാണ് പറയുന്നത്, മാങ്കുളം കൂടി. അപ്പോൾ നമുക്ക് ഈ വഴിക്ക് മാങ്കുളം പോവാം. കുറച്ചൊക്കെ വന്നപ്പോൾ ഉണ്ടല്ലോ, ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എന്തോ ഒരു പരിപാടിയുണ്ട്. ടൈഗർ കേവ് അങ്ങനെ എന്തോ ആണ്. ഇതിലെ ഇറങ്ങിപ്പോൾ അതിനൊരു എൻട്രൻസ് പാസ്സൊക്കെ ഉണ്ടാവും. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് അല്ലേ. അവിടെ കുറേ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ടേ. കുറേ ഇരിപ്പിടങ്ങളും ഇങ്ങനെയൊക്കെ പുല്ലുകൊണ്ടുണ്ടോ ഉള്ളതൊക്കെ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. മുളയും ഇല്ലിയും ഒക്കെ ഉപയോഗിച്ചേ. താഴെ എന്തോ സംഭവം ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ നമ്മളിപ്പോൾ അവിടെ ഇറങ്ങുന്നില്ലേ. ഒരാൾക്ക് 50 രൂപ കൊടുക്കണം കേട്ടോ. അങ്ങനെയാണ് ഇവിടെ ഫീസ് വെച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് കുറേ പാറക്കെട്ടുകളൊക്കെ കാണാവേ. ഇവിടെ ഏറ്റവും കൂടുതൽ പാറക്കെട്ടുകളുള്ളൊരു സ്ഥലമാണ്. അതിൻ്റെ താഴെയാണ് ഈ മാങ്കുളം ആനക്കുളം എന്ന് പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഉള്ളത്. കുറച്ചിങ്ങ് വന്നപ്പോഴേ 2-3 പഴയ വീടുകളൊക്കെ ആയിട്ട് ചെറിയ ജംഗ്ഷൻ കിട്ടിയേ. ഇവിടെ ഒരു കടയൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നുമല്ല, ഇവിടെ ഒരു ബൈക്ക് വർക്ക്ഷോപ്പുണ്ട്. അവർ വെച്ചിരിക്കുന്ന ഒരു സംഭവം കണ്ടത്, ഒരു സ്കൂട്ടിയല്ല, മറ്റേ വെസ്പ പോലത്തെ ഒരു മോഡൽ സാധനം, ബജാജിൻ്റെ. ഇത് കൊള്ളാമല്ലേ. ഇവിടെ ഒരു ജംഗ്ഷനാണ് വരുന്നത് കേട്ടോ. പാമ്പുകയം താളുകണ്ടോ എന്നൊക്കെ പറഞ്ഞ വഴിക്കോട്ട് പോകുന്ന വഴിയാണ് ഇത്. ഇതിലേ ഇങ്ങനെ പോകും. മുകളിൽ അവിടെ നിന്ന് ആ വിരിപാറ ഭാഗത്തു നിന്നൊക്കെ വരുന്ന വെള്ളം കൊണ്ടേ ഇവിടെ ഒരു ടൂറിസം പദ്ധതി ഉണ്ടോ. ഈ കലുങ്കിനടിയിൽ കൂടെ വരുന്ന വെള്ളം ഇതിലേ ഇങ്ങനെ ഒഴുകി പോവാണേ. ഇവിടെ കുറച്ച് കോട്ടേജുകളൊക്കെ ഇങ്ങനെ പണിതുണ്ട്. അത് നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ കണ്ടോ, അവർ പൂള് പോലെ ഇങ്ങനെ കെട്ടി നിർത്തിയിട്ട് വെള്ളം, അതിനുള്ളിൽ റൂംസൊക്കെ വരുത്തിയിരിക്കുവാണേ. അതൊരു പ്രത്യേക വൈബാല്ലേ. ഏതെല്ലാം തരത്തിലാണ് ടൂറിസം പരിപാടികൾ. അവിടെ ഒരു ചെടി പൂത്തു നിൽക്കുന്നുണ്ടോ. ഇതൊക്കെ പണ്ടുണ്ടായിരുന്നു, ഇപ്പോൾ അങ്ങനെ കാണാനില്ല. ഇത് മുനിപ്പാറ എന്ന് പറയുന്ന സ്ഥലമാണേ. മുനിപ്പാറ ഇവിടെ ഒരു ചെറിയ കുരിശുപള്ളിയൊക്കെ നമുക്ക് കാണാം. പിന്നെ ഇവിടെ ഇത് സ്കൂളായിരുന്നോ വല്ല കോട്ടേഴ്സ് ആയിരുന്നോ എന്ന് അറിയത്തില്ല. എല്ലാം ഇങ്ങനെ പൊളിഞ്ഞു കിടക്കുന്നുണ്ടോ. ഇത് ഉപയോഗശൂന്യമായിട്ട് കിടക്കുക. ഒരുപാട് ഇറക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നിരപ്പ് കിട്ടി കേട്ടോ. ഇങ്ങോട്ട് വന്ന് ഇറക്കമെന്ന് പറഞ്ഞാൽ അന്യായ ഇറക്കമാണേ. നമുക്ക് തന്നെ പേടിയാവും. ഒത്തിരി പള്ളി കാണിച്ചെന്ന് പറയരുത് കേട്ടോ. പക്ഷേ ഈ പള്ളിയൊക്കെ കണ്ടാൽ എങ്ങനെ എടുക്കാതെ പോകുന്നത്? യെരുശലേം ഓർത്തഡോക്സ് ചർച്ചാണിത്, മുനിപ്പാറ മാങ്കുളം. അങ്ങനെ നമ്മളിപ്പോൾ ഏകദേശം മാങ്കുളം തന്നെ എത്തി കേട്ടോ. മാങ്കുളത്തെ ചെറിയൊരു മേഖലയാണ് ഈ മാങ്കുളം. ഇവിടെ 2 പെട്രോൾ പമ്പുണ്ടേ.
അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, വാഗമൺ അത്രയും വലിയൊരു സംഭവമായിട്ട് കണ്ടിട്ട് അവിടെ ഒരു പെട്രോൾ പമ്പ് പോലും ഇല്ല. ഈ ഒരു ചെറിയ ഏരിയയിൽ 2 പെട്രോൾ പമ്പുണ്ട്. മാങ്കുളം സിറ്റിയുടെയൊക്കെ സ്റ്റാർട്ടിങ് ഇതാണ്. കുറച്ച് പഴയ കെട്ടിടങ്ങളും അങ്ങോട്ട് പിന്നെയുള്ളതെല്ലാം പുതിയ പുതിയ കെട്ടിടങ്ങളൊക്കെയാണ്. ഇവിടെ ജീപ്പ് സ്റ്റാൻഡൊക്കെ ഉണ്ട്, ജീപ്പ് സവാരി. മാങ്കുളം സിറ്റി. അങ്ങനെ വന്നപ്പോൾ ഇവിടെ ഒരു ഹോട്ടൽ കിട്ടി കേട്ടോ, ചോറുണ്ടാക്കാം. ചോറുണ്ടല്ലോ. മാങ്കുളം മെയിൻ ടൗൺ ഇതാണ് കേട്ടോ. ഇവിടുന്ന് ശകലം കൂടെ അങ്ങോട്ടുണ്ടേ. ഇവിടെയൊക്കെ കുറേ ബസ് സർവീസുകളൊക്കെ ഉണ്ട് കേട്ടോ, പ്രൈവറ്റും ട്രാൻസ്പോർട്ടും. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചെറിയ ടൗണാണ് മാങ്കുളം. ഒരു കുടിയേറ്റ മേഖല പട്ടണമാണ്. നമ്മളിങ്ങോട്ട് വന്നപ്പോൾ കണ്ട ട്രാൻസ്പോർട്ട് അതാവും. മാങ്കുളത്തെ ഒരു വ്യാപാര സമുച്ചയമാണ് കേട്ടോ. ഇത് ബസ് സ്റ്റാൻഡും കൂടെ കൂടിയുള്ളൊരു സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇവിടെ ബാക്കിലൊക്കെ ബസ്സൊക്കെ കയറ്റിയിടാൻ തോന്നുന്നു. അതായത് ഇത് പുതിയതായിട്ട് വന്നതാണ്. നമ്മൾ നേരത്തെ വന്നപ്പോൾ ഇവിടെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ഈ മാങ്കുളം വീഡിയോ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ ഞാൻ ഒരു കമൻറ്റ് ഇപ്പോൾ കണ്ടായിരുന്നു, എല്ലായിടത്തും കുരിശാണല്ലോ അത്. നമ്മളൊരു റൂട്ടിൽ വരുമ്പോഴേ കുരിശും കാണിക്കണം, പള്ളി കാണിക്കണം, അമ്പലം കാണിക്കണം, എല്ലാം കാണിക്കണം. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു രീതിയിലാണ് പോരുന്നത്. എന്നാലേ ഒരു ഗ്രാമക്കാഴ്ചകളൊക്കെ ഇച്ചിരി ഒരു ഭംഗിയുള്ളതായിട്ട് നമുക്ക് തോന്നത്തുള്ളേ. അതുകൊണ്ടാണ് കേട്ടോ. അല്ലാതെ നമ്മൾ കുരിശ് മാത്രം കാണിച്ചു എന്ന് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.